إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح. ഓക്കെ ആയില്ല. ഇനിതാ ഇതേപോലെ ഇതിൽ പോലെ മറ്റൊന്നറിയില്ല. ഇതാ അതേപോലെ ഡേറ്റ് വിളിക്കണം. കംപ്ലീറ്റ് കവറാവണം എന്താവല്ലേ. ഓക്കെ, എത്ര ടൈറ്റാ കുത്തിയത് അത്ര. ഇത് ലൂസാക്കി കുത്തിയതാ, ഇത് ലൂസാക്കിയ ബുദ്ധിമുട്ടാവും, എല്ലാം മുറ്റത്ത് പോകും. ഓക്കെ, ഇടഭാഗം അടിക്കും. ഓക്കെ, ചുട്ടി. ഓക്കെ, ജണ്ടായിട്ട് ഇനി മൂന്നാമത്തത് ഇതേപോലെ. ചില ആൾമാർ മൂന്ന് ഒട്ടിക്ക് എടുക്കുന്നത്, അത് ശരിയല്ല. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കണം. ഇത് കവറായി ബാക്കിയുള്ളതെല്ലാം കവറാവും. ഇത് ശരിക്കും ഇതാക്കണം. ഓക്കെ, ഇത് ഞങ്ങളെ അബ്ബ മറിച്ച നങ്ങമയാക്കേണ്ട പണി, ഞങ്ങളെ മക്ക മറിച്ച നങ്ങമയാക്കേണ്ട പണി, ഞങ്ങൾ ഇളയ മൂത്ത മറിച്ച നങ്ങമയാക്കേണ്ട പണി. ഇതാറ് ഇത്ര നല്ല പ്രതിഫല ആരാർക്ക് വിട്ടുകൊടുത്തു ഞങ്ങൾക്ക് കിട്ടുന്ന കൂലിയെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ ഇതിനാട്ടി പേര് നഷ്ടം ആയ. പിന്നെ കെട്ട് എങ്ങനെ ഇടണം? ഫസ്റ്റ് കാലുകളിടും 1.5 കെട്ട്. ഇപ്പൊ കിളിക്കരുത്, ജസ്റ്റ് 1 മിനിറ്റ്. 1.5 കെട്ട്. ഈ കെട്ട് മയ്യത്തിലെ കബറിൽ താത്തിയപ്പോ കിളിക്കണം അവര്. ഓക്കെ, രണ്ടാമത് അരങ്ങ്. ഇത്തര പണി ഓടണം, ചിലവല്ല ഓടണം. ഈ പണി മയ്യത്ത് കുളിപ്പാട്ടിലെ ജാഗ്രത ചെമ്മ സ്വരം വിളിഞ്ഞിട്ട് ഇത്ര പണിയാക്കിട്ട് ഇതൊന്നും ഓപ്പണിൽ വെക്കും. ഇത്ര ജാഗ പിന്നെ നോക്കുക സുന്നത്തല്ലോ അല്ല പണിക്കരുത്. അത് എന്താക്കാം, ഇത്ര കൊണ്ടാക്കിയ പണിയെല്ലാം തീർത്ത് അവിടെ വന്നിട്ട് ആൾമാരെ നോക്കിക്കൊണ്ടിരിക്കേ, പബ്ലിക്കിക്കേ അവിടെ ഇങ്ങനെ ഇതിലെ പൊതിയില് ഇത് കാണുമ്പോൾ ആൾമാർക്ക് ഒരു ഇമോഷൻ അവിടെ എന്തില്ല. ഇത്ര ആക്കിയിട്ട് ഞങ്ങൾ ചന്തത്തില് നല്ല ജാഗ്രതത്തിൽ മാത്രം കെട്ട് പൊട്ടു അതെല്ലാം ശ്രദ്ധിച്ചിട്ട് താങ്ങിട്ട് ജെണ്ടാൽ പനി ಯಾರು ಇನ್ನಿಗೂ ತೊಂದರೆ ಇಲ್ಲ. അല്ലെങ്കിൽ സ്ട്രെച്ചർ ഇന്നിട്ട് അതിൽ കിടത്തിട്ട് കൊണ്ടുപോറ ತೊಂದರೆ ಇಲ್ಲ. കൊണ്ടുവന്നിട്ട് ഇതേപോലെ കിടത്തിട്ട് ആരെങ്കിലും നോക്കുക ഇന്നെന്തെങ്കിലും അത് സുന്നത്തായ രീതിയല്ല ചെന്നെങ്കിൽ നോക്കുക നോക്കിയിട്ട് പിന്നെ മുഖത്തെ കവറാക്കിയിട്ട് അതേപോലെ കിട്ടിയെങ്കിൽ ഓടൊക്കെ പരത്തി വയ്ക്കുകയില്ല. മേലെ മറ എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാക്ക പോലത്തത് അല്ല വെയിലടിக்கிறதுக்கு ഏതെങ്കിലും പക്ഷി അല്ല മറയുന്ന മരത്തിലെല്ലാം ഉണങ്ങിട്ട് ഉള്ളதுக்கு அதுக்கு சேஃபுக்கு மாத்திரம். ஓகே, ഇനി ഞങ്ങൾ പിന്നെന്താക്കല് മയ്യത്തിലെ കുളിപ്പാട്ടുന്ന രീതിയായിട്ട് മയ്യത്ത് കിടത്തിട്ടായിട്ട് അതേപോലെ മയ്യത്ത് കുളിപ്പാട്ടിട്ടായിട്ട് നിസ്കാരായിട്ട് ഇനി എന്താക്കല് മയ്യത്തിന് കൊണ്ടുപോണ്ട്. എവിടെ കൊണ്ടുപോണ്ടേ? ഖബർ സ്ഥാനത്ത് അല്ലെ? ഖബർ എടുക്കുകയാണ്. ആഖിറത്തിലെ പ്രഥമ കേട്ട ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരാൾ വിജയിച്ചെങ്കിൽ അവൻ വിജയിച്ച, അവിടെ പരാജയെങ്കിൽ അവിടെ പരാജയിച്ചിരിക്കണം. പിന്നെ ഉള്ളത് പരാജയിക്കണം. സ്വർഗം കൊടുത്ത് ശുഭവാർത്ത കിട്ടിയതായ സ്വഹാബിമാർ പോലും ഖബറിനെ ഓർത്തിട്ട് പുൽപുണ്ടാ. താടി റോമത്തിൽ ധാരാളമായിട്ട് കണ്ടത് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അല്ലെ ഖുലഫാഉർ-റാഷിദീങ്ങളുടെ പെട്ട ആളായിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ മങ്ങിലായ ആളായിരിക്കരുത്. ഉസ്മാൻ ഫിൽ ജന്ന റസൂലുള്ളാഹി നാവ് കൊണ്ടത് വഹിയുടെ അടിസ്ഥാനത്തിൽ സ്വർഗ്ഗത്തിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളായിരിക്കരുത്. ഇതെല്ലാം പേരുന്ന ആളായിരിക്കും ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അയാൾ ഖബർ നോക്കിയെങ്കിൽ ഉൾപ്പെട്ടുണ്ടിട്ട് അല്ലാണ്ട് കേട്ടിട്ട് എന്ത് കേട്ടിട്ട് നിങ്ങൾ ഉൾപ്പെട്ടാ നിങ്ങളുടെ ബാക്കി വിഷയമെല്ലാം ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഉൾപ്പ് കണ്ടില്ലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതായിട്ട് ഞാൻ കേട്ട സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബറു അവ്വലു മിൻ മൻസിലി മിൻ മനാസിൽ ആഖിറ. ഖബർ ചെന്നെങ്കിൽ ആഖിറത്തിലെ പ്രഥമ കേന്ദ്രീകരിക്കുന്നത്
അവിടെ വെച്ച വൈകിൽ മാത്രമേ എത്തിക്കരു. നോക്കൂ, അങ്ങ് പോലും സ്വർഗത്തിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും അങ്ങ് ഖബറിനെ കൊടുക്കണം. ഖബർ സ്ഥാപിച്ചിട്ടുള്ളത് അത് ഭാര്യ ഒരു വിഷയത്തിക്കരുത്. ഖുർആൻ വർസഖിയായ ജീവനത്തിന്റെ വിഷയത്തിൽ ഖുർആൻ വിശദീകരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ധാരാളം. ഇനി മയ്യത്ത് കൊണ്ടുപോണ്ട രീതി എങ്ങനെ? ഞങ്ങളുടെ റായത്തിലല്ലേ എങ്ങനെ മയ്യത്ത് കൊണ്ടോലും ആൽമാർ ബെറോലും, അതല്ല രീതി. അത് സുന്നത്തായ രീതിയല്ല. സുന്നത്തായ രീതി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ കൊണ്ടോലും മയ്യത്ത് ബെറോലും വേണം. മയ്യത്ത് ലാസ്റ്റ് ആൽമാർ കൊണ്ടോലും ഇതെല്ലാ കിതാബുകളും അല്ലെ. ഞങ്ങളുടെ റായത്തിൽ മയ്യത്തിന് എടുത്തുകൊണ്ട് പോയ മനുഷ്യന്മാര് ബാക്കിൽ മയ്യത്ത് അല്ല ആൽമാർ മുന്നോട്ട് പോകണം, മയ്യത്ത് ബാക്കിൽ വേണം. അത് ആംബുലൻസിൽ പോകണമെങ്കിൽ അതേപോലെ. പിന്നെ ദൂരത്തേക്ക് എത്താനായ മയ്യത്തെങ്കിൽ മാത്രം ആംബുലൻസിൽ കൊണ്ടുപോകാന്നല്ലാതെ കണ്ടെത്ത് രീതി മയ്യത്ത് ബാക്കിൽ ആൽമാർ മുന്നോട്ട്. ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിലെല്ലാം ദിക്ർ ചെല്ലുന്നതായിട്ട് കാണും അല്ലെ. ഉണ്ടാ ഉണ്ട്. അത് ഇല്ല ചെന്നിട്ട് പിന്നെ ജോറും അല്ലെ അറ്റത്തിരിക്കുക അങ്ങനെ ചില അതായത് തൗഹീദരാമന്മാരെ കണ്ട ജോറും അല്ലെ. അങ്ങനെ ഉണ്ട് സഹോദരന്മാർ അടുത്ത് മറിച്ചിരുന്നു. അപ്പോ നാളെന്തായിട്ട് തന്റെ അനുഭവം മറിച്ചത്. അപ്പൊ മയ്യത്ത് കൊണ്ടുകൊണ്ടിരുന്ന അപ്പൊ ഞങ്ങൾ സാധാരണ ഞങ്ങളെ പണിയുണ്ട്. ഒരു മയ്യത്ത് കൊണ്ടുപോ ಅದಕ್ಕೆ ಹುರುಮತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ಅದಕ್ಕೆ എന്താക്കിയിട്ട് എണിച്ചു നിന്നെത്ത അല്ലെ. സാബിമാർ കേട്ടാണ് യഹൂദിയല്ലേ നബി, യഹൂദിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച. അപ്പൊ ഞങ്ങൾ എന്താക്കിയ നാ എണിച്ചു നിന്ന് അപ്പൊ നല്ല കണ്ട നല്ല ഹൃദയത്തെ ഒരു ജനമൊട്ടിക്കുന്ന തന്റെ ആളുകൾ ജോറിലുള്ള ഒന്നായിത്തന്നെ. അവ എന്ത് കഴിച്ചിരിക്കുന്നത് കൂലി കിട്ടും ചന്ത അല്ല അട്ടത്തിർക്ക് സത്യത്തില് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെമ്പതായ ദിക്ർ ഇത് ഹദീസിൽ പറ്റില്ല. അത് വേറെ വിഷയം. ഓരോ ഹദീസിൽ പോലും കാട്ടുക സാധ്യമേ. ഒരേ ഒരു ഹദീസ് മാത്രമല്ല ഷാഫി മദ്ഹബിലെ കിതാബിൽ പോലും അതിനെ എതിർത്തതായിട്ട് നമുക്ക് കാണണം അല്ലെ. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രശസ്തമായ ഫിഖ്ഹിലെ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ് ഇമാം ഇബ്നു അൽ ഹൈതമി. എല്ലാ ഖാദിമാരും ഫത്വ കൊടുക്കുന്നത് ഇമാം ഇബ്നു അൽ ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് നോക്കിയിട്ട് അല്ലെ. ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ കിതാബ് ചെന്നത് അതിന്റെ ഷറഹിൽ പോലും ഷർവാനി അതിന്റെ ഷറഹിൽ പോലും ചെന്നത് വൈഖറഉൽ ലഗത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണമായ വിഷയം ലഗത്ത് ഖറാഅത്താണ്. ലഗത്ത് ചെന്നെങ്കിലെന്തോ അസ്വാത്തുൽ മുർതഫിയത്തുൻ ശബ്ദം എടുക്കരുത്, റഫു സൗത്ത് പാടില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന ദിക്റാവട്ടെ അതേപോലെ നബിയുടെ മേലുള്ളതായ സലാത്താവട്ടെ എന്ത് വേണമെങ്കിലും ആവട്ടെ അത് പാടില്ലാത്തത്